നമ്മുടെ ബോഡി ഹെൽത്തി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നഖം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നഖത്തിന്റെ കളർ വെച്ചിട്ടാണോ? കളർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കളർ ഷേപ്പ് ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഷേപ്പ് നോക്കിയിട്ടും പറയാൻ പറ്റും. ഇപ്പം കളർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് സ്മൂത്ത് ആയിരിക്കും നമ്മുടെ നഖം. ലൈറ്റ് പിങ്ക് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ലൈറ്റ് പിങ്ക് ആണ്. അതെ അതെ, ഞാൻ ഹെൽത്തിയാണ്. ഇനിയിപ്പം ചില ആൾക്കാരുടെ യെലോയിഷ് ആണ്, യെല്ലോ കളർ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫംഗൽ ഇൻഫെക്ഷൻ ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ് ഈ യെല്ലോ കളറായിട്ട് വരുന്നത്. ചില ആൾക്കാരുടെ ബ്ലൂ കളറാണ്. ബ്ലൂ കളർ ചില ആൾക്കാർ നോക്കി കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് സ്പോട്ടിംഗ് വരുന്നത് അതോ? വൈറ്റ് സ്പോട്ടിംഗ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം മിനറൽസ് കുറവായതുകൊണ്ടാണ്. എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു പറയാൻ പറ്റും. ഇപ്പോൾ നഖത്തിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പം ചില ആൾക്കാരുടെ നേരിയ നഖമായിരിക്കും, പെട്ടെന്ന് പൊട്ടി പോകുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് ബോഡിയിൽ അയൺ കുറവായതുകൊണ്ടാണ് അത്രയും നേരിയത് വരുന്നത് നഖത്തിൽ. പിന്നെ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റും ഈ നഖത്തിന്റെ കളർ വെച്ചിട്ട്. കളറല്ല, അതായത് നമ്മൾ ഈ നഖം തൊടുമ്പോൾ ചെറിയ കുഴി പോലെ തോന്നാം, ഡാമേജ് വന്നോട് തോന്നാം. അപ്പൊ അതിന്റെ അടുത്ത് നമ്മുടെ സ്കിൻസിൽ ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ നഖത്തിലും ആ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുടി വെളുക്കാനുള്ള കാരണം എന്താ?